Namaste viewers, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡ് ഉപയോഗിച്ചോ അത് ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ പ്രീമിയം ചാർട്ട് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ എടുത്തു വെച്ചാൽ 19,500 പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. ഇപ്പം നിഫ്റ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് 19,500 ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതാണെങ്കിലും ഇപ്പോൾ ഇൻ ദ മണി എടുക്കാം, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഏത് ചാർട്ട് വേണമെങ്കിലും എടുക്കാം, ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഓപ്ഷൻ ഇല്ല, അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആ ഓപ്ഷൻ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം വെദർ നമുക്ക് അവിടെ ഒരു സിഗ്നൽ ഉണ്ടോ. നമ്മൾ ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് എപ്പോഴും അവിടെ നമുക്ക് ബൈയെ കാണിക്കാവുള്ളൂ, കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും അവിടെ നമുക്കൊരു ബൈ ഉണ്ടോ അത് അവിടെ കൺഫേം ആണെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തത് 19,500 പുട്ട് ഓപ്ഷൻ ചാർട്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താ കാണിക്കേണ്ട, ബൈ സിഗ്നൽ ഇതുപോലെ ഗ്രീൻ കളറിൽ അപ്പായ കാണിക്കണം. ബൈ സിഗ്നൽ ഇവിടെ കിട്ടി. ഇനി ഇത് കൺഫേം ആണെന്ന് നോക്കണം. അതെങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ബൈ ഉണ്ട്. ഇനി കൺഫേം നോക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രൈസ് ഇവിടെ ബൈസ് ഉണ്ടെന്ന് കാണിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മൾ ജസ്റ്റ് ഇത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യാൽ മതി. സിഗ്നൽ വരുമ്പോഴൊക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആൻഡ് സെൽ സിഗ്നൽസ് കിട്ടുമ്പോൾ അലേർട്ട് വരും. റീ എൻട്രി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അലേർട്ട് വരും. അതുപോലെ നമുക്ക് സൈഡ് മാർക്കറ്റ് റിവേഴ്സ് ട്രെൻഡിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു അലേർട്ട് മെസ്സേജ് വരും. അത് നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞത് കൺഫേമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ബൈ ഉണ്ടല്ലോ, ഇനി ഇതെങ്ങനെ കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുന്നത് താഴത്ത് ഇതുപോലെ പ്രൈസ് ബൈ സോൺ എഴുതി കാണിക്കണം. അതുപോലെ ഈ ആരോടെ താഴത്തെ ബാറില്ലേ, നമുക്ക് ലൈവ് മാർക്കറ്റിൽ ആ ഒരു ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. അപ്പം നമുക്ക് രണ്ട് കൺഫർമേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്ക് ബൈ കിട്ടിയിട്ടുണ്ട്, പ്രൈസ് ബൈസ് ഉണ്ടായിരുന്നു, പക്ഷേ താഴത്തെ ബാർ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബാറും ഇല്ലായിരുന്നു, ഇത് സൈഡ് വേ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. സൈഡ് വേ നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനുമാണ്. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സും സൈഡ് വേ ഇൻഡിക്കേഷനാണ് തരുന്നത്. അപ്പോൾ ഇതൊരു സൈഡ് വേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൺഫർമേഷൻ ഇല്ലായിരുന്നു, സൈഡ് വേ. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ എപ്പോൾ എൻട്രി എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ഇതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കയറാൻ തുടങ്ങി. ഇപ്പോഴാണ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ആ ടൈമിൽ മാർക്കറ്റ് നിന്ന ലെവൽ എന്ന് വെച്ചാൽ 97 ആ ഒരു ലെവൽ 108 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലെവൽ ഇപ്പോൾ ഞാൻ 105 കിട്ടിയെന്ന് ഓർക്കും. 108 വരെ കയറിയിട്ടുണ്ട്. നമ്മൾ 105 എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കിയാൽ മാർക്കറ്റ് നിൽക്കുന്നത് 167 നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഓൾറെഡി 3 ടാർഗറ്റ് തരുന്നുണ്ട്. ആ ടാർഗറ്റും ഒക്കെ അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ 167 ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. നല്ലൊരു മാർക്കറ്റായിരുന്നു. ഇവിടെ നോക്കിയാൽ ഇവിടെ റെഡ് സ്റ്റാർസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിപ്പോയി. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എൻട്രി എടുത്തത് നമുക്ക് ആക്ച്വലി 98 വന്നത്, പക്ഷെ നമ്മൾ ഇവിടെ എൻട്രി എടുത്തത് 105 എൻട്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 107 നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 107 എന്ന് പറയുന്നത് മാർക്കറ്റ് 98 വന്നതിൻ്റെ റേറ്റ് അനുസരിച്ചുള്ള എൻട്രി അനുസരിച്ചുള്ള ടാർഗറ്റാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ബുക്ക് ചെയ്യേണ്ട, നേരെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് 115.70 അല്ലെന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ തേർഡ് ടാർഗറ്റിലോട്ട് ഇടാം 123. അപ്പോൾ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത് മാറണം. ഇനി നമുക്ക് ഇതിനകത്തൊരു റീ എൻട്രി എടുക്കണം എന്ന് വിചാരിക്കുക. റീ എൻട്രി ഓപ്ഷൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട. നമുക്ക് ഓപ്ഷനിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള റീ എൻട്രി എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രേക്ക് ഔട്ട് വരുന്ന ടൈമിൽ റീ എൻട്രി എടുത്ത് വെച്ചാൽ മതി. അതായത് നമ്മളിവിടെ ഓൾറെഡി ട്രേഡ് എടുത്ത് നമ്മൾ പ്രോഫിറ്റ് വന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ഇത് കണ്ടോ, ഈ റെസിസ്റ്റർ ലെവൽ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കണമല്ലോ, റെസിസ്റ്റർ ലെവലിൽ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്നോ എഗെയിൻ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നേരെ മാർക്കറ്റ് റേറ്റിൽ എഗെയിൻ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ ആ പ്രീമിയം ചാർട്ട് കൊണ്ട് നോക്കുമ്പോൾ നമുക്കൊരു എബോവ് 90% ആക്യുറസിയോടെ നമുക്ക് ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം ഇത് കറക്റ്റ് ക്ലിയർ ആയിട്ട് എല്ലാം കാണിച്ചു. ഇന്ന സ്ഥലത്ത് എൻട്രി ചെയ്യണം, ഇന്ന സ്ഥലമാകുമ്പോൾ എക്സിറ്റ് ചെയ്യണം, സൈഡ് വേസ് ആണെങ്കിൽ ഇത് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നുള്ള വിളിക്കുക 9061973737. ഓഫീസ് വരുന്ന ചേർത്തിലാണ്. നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്ന് നേരിട്ട് എല്ലാം കാണിച്ചു പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.